ഇവിടെ നല്ല കഞ്ഞിയുണ്ട്. വേണ്ട അമ്മൂമ്മ. മക്കളെ ഇച്ചിരി കൂടി താണ്ട അമ്മൂമ്മ കോരിത്തരാം. എനിക്ക് ആര് കോരി തന്നാലും ഞാൻ തന്നെ കഴിക്കണ്ടേ അമ്മൂമ്മക്ക് വേണ്ടാനിട്ടാ. ഇച്ചിരി കഴിക്കുക. താണ്ട ഒരു ശകലം താണ്ട കണ്ടിട്ട് കഴിക്കാൻ തോന്നുള്ളൂ അതുകൊണ്ട്. ഓ കഞ്ഞി കൊണ്ട് വെച്ചിട്ട് കുടിക്കുന്നില്ലെന്നേ. മോളെ എടി മോളെ ലച്ചു എടി ഇങ്ങോട്ട് നോക്ക്. പറ ചിറ്റപ്പ. കുറച്ച് ചൂട് കഞ്ഞി കുടിയടി, അപ്പൊ അങ്ങ് ക്ഷീണം മാറും. എനിക്ക് വേണ്ടാനിട്ടാ. എടി മോളെ കഞ്ഞി ആവുമ്പം പെട്ടെന്ന് ദഹിക്കുകയും ചെയ്യൂടി. മോളെ ലച്ചു, നമ്മുടെ ശരീരത്തിലെ ദഹന പ്രക്രിയ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നാം കഴിക്കുന്ന ഭക്ഷണത്തെ ശരീരമായി പരിണമിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള വലിയൊരു അഗ്നിയാണ്. ആ അഗ്നിയെ പരിരക്ഷിക്കാൻ ഒരാൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഉള്ളിലേക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ മാത്രയാണ്, എന്ന് വെച്ചാൽ ഭക്ഷണത്തിൻ്റെ അളവാണ്. എങ്കിൽ മാത്രമേ ഭക്ഷണം ദഹിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ആ അഗ്നിയെ പരിരക്ഷിക്കാൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ ഭക്ഷണത്തിൻ്റെ മാത്ര, അതായത് അളവ് ശ്രദ്ധിക്കണം. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല, മഹാവൈദ്യനായ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഫുഡ് കുക്ക് ചെയ്യാതെ കഴിച്ചാൽ പോരെ, അഗ്നി അപ്പ വേവിക്കല്ലോ. മോളെ ഇത് ശാസ്ത്രം പറയുന്നതാണ് ഞാൻ പറഞ്ഞത്. അങ്ങളെ അകത്തേക്ക് ഇപ്പൊ എന്ത് സാധനം പോയാലും തന്നെ അങ്ങ് ദഹിച്ചോളും. പക്ഷെ അങ്കിൾ ഇപ്പൊ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് ദഹിക്കാൻ വലിയ പാടാ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നിനക്ക് ദഹിക്കൂലല്ലോ. ഇത് എന്തോന്ന് ഇത്, എല്ലാരും കൂടെ എന്നെ വിളിച്ചു വരുത്തിയത് ചുറ്റിനും നിന്ന് കുത്താനാണ്. ഞാൻ അകത്തെങ്ങാനും മാറി കിടന്ന് കഴിഞ്ഞാൽ പകുതി പ്രശ്നവും മാറൂലേ. ഞാൻ പോയി കിടക്കട്ടോ. ചേച്ചി ആശുപത്രി പോയി 2 ഇഞ്ചക്ഷൻ വെച്ചിട്ട് വന്ന് കിടക്കുവാണെങ്കിലേ എല്ലാ പ്രശ്നവും മാറിക്കിട്ടും. എന്റെ പൊന്നു മാറും, നിനക്ക് എന്ത് പ്രശ്നം? ഞാൻ എന്ത് പറഞ്ഞാലും ഈ ആശുപത്രി എന്ന് പറയണ എന്തിനാ? വേറൊരു പണിയില്ലേ? അയ്യോ ഞാനൊന്നും മിണ്ടുന്നില്ലേ. ആ നീ ഒന്നും മിണ്ടണ്ടാതാ നല്ലത്. മോളെ ലച്ചു, ഇരുന്നുറങ്ങിയാണോ? ആ കഞ്ഞെടുത്ത് കുടിച്ചേ. എനിക്ക് വേണ്ട നിങ്ങളെ, കഴിക്കാൻ തോന്നണല്ലോ. മടുപ്പാണോ? ആ മടുപ്പാണ് കഴിക്കണ്ട. മനസ്സിന് പിടിക്കാതെ കഴിച്ചാലേ ഭക്ഷണം തിരിച്ചു വരും. അമ്മ കഞ്ഞി അങ്ങ് എടുത്തു വെച്ചേക്ക്, പിന്നെ കഴിച്ചോളൂ മോള്. മക്കളെ പിന്നെ കഴിക്കണേ. ആ മുമ്മേ. ഹലോ അഞ്ജു. മോള് സമാധാനമായിട്ടൊന്നും ഇരിക്കും. ഈ അവശേരിക്കുമ്പോൾ അധികം ചിന്താഭാരം പാടില്ല. അധികം ചിന്തിച്ച് കൂട്ടിയൊന്നും വേണ്ട കേട്ടാ. സ്വസ്ഥോട്ടിരുന്നു. അങ്കിൾ അപ്പുറത്തുണ്ട്. லெச்சு இங்கத்தானே இருந்தா, எங்க போனா? லெச்சு நீ படுத்துட்டியா? லெச்சு എന്താ കനകാൻഡി? இங்க வா, எழுந்திருமா சொல்லட்டும். എന്തിനിപ്പ എണീക്കണേ? எழுந்திரு, കാര്യം പറയാൻഡി. சொல்லறேன், நீ எழுந்திரு முதல்ல. ഞാൻ ഇപ്പൊ കിടന്നേ ഉള്ളൂ. பரவாயில்ல, நீ இங்க வா. ഞാനിപ്പോ എന്താ പ്രശ്നം? എന്താ? ஒரு பிரச்சனை இல்லை, நீ இங்க வா, நான் சொல்லட்டும். உனக்கு ஒரு சர்ப்ரைஸ் இருக்கு தெரியுமா? இரு, உனக்கு சூடான கஞ்சி. ഇതിപ്പോ എവിടെന്നാ വന്നേ? நான் வெளியில போயிட்டு வந்தேன்ல, உனக்கு யாரும் கஞ்சி கொடுத்துருக்க மாட்டாங்கல்ல, அதனால நான் சுடு சுடா எடுத்துட்டு வந்தேன். சாப்பிடுடா செல்லம். இங்க பாரு, என்னவுக்கு என்னாச்சு? என்ன இப்படி பண்ணா? பரவாயில்ல, கொஞ்சம் கஞ்சி விட. லெச்சு செல்லம்ல, ஆண்டி கூப்பிடுறால, தொரம்மா. லெச்சு கஞ்சி குடிக்க வேண்டாமா? லெச்சு பரவாயில்ல, அப்புறம் கூட்டிட்டு வரேன். வா. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.